ഇന്ത്യൻ എണ്ണ കമ്പനിയായ നയാരയ്ക്കെതിരെയുള്ള യൂറോപ്യൻ യൂണിയൻ ഉപരോധത്തിന് പിന്നാലെ കമ്പനിക്കുള്ള എണ്ണ വിതരണം നിർത്തി സൗദി അരാംകോ. തുടർന്ന് ഇറാഖ് എണ്ണ കമ്പനി സൊമോയും ഇന്ത്യയിലേക്കുള്ള വിതരണം നിർത്തിയതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഷിപ്പിംഗ് രേഖകൾ അനുസരിച്ച് ജൂലൈ മാസത്തിന് ശേഷം ഇന്ത്യയിലേക്ക് വിതരണം നടത്തിയിട്ടില്ല. 3 ലക്ഷം ബാരൽ എണ്ണയാണ് സൗദിയും ഇറാഖും ഇന്ത്യയിൽ എത്തിച്ചിരുന്നത്. റഷ്യൻ സർക്കാരുമായി ബന്ധമുള്ള ഒരു ഇന്ത്യൻ എണ്ണ കമ്പനിയാണ് നയാര എനർജി. ജൂലൈയിൽ യൂറോപ്യൻ യൂണിയൻ റഷ്യൻ പിന്തുണയുള്ള ഇന്ത്യൻ റിഫൈനറി നയാര എനർജിക്ക് ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. യുക്രൈൻ യുദ്ധം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ നടപടി. ഇതിന് പിന്നാലെയാണ് ലോകത്തെ ഏറ്റവും വലിയ എണ്ണ കമ്പനി സൗദി അരാംകോയും ഇറാഖിന്റെ സൊമോയും നയാരയ്ക്ക് ക്രൂഡ് ഓയിൽ വിതരണം നിർത്തിയത്. ഷിപ്പിംഗ് രേഖകളടക്കം ചൂണ്ടിക്കാട്ടി റോയിറ്റേഴ്സ് ഉൾപ്പെടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു. ഷിപ്പിംഗ് ഡാറ്റ പ്രകാരം ജൂലൈ 18-നാണ് അവസാനമായി നയാരയ്ക്ക് സൗദിയിൽ നിന്ന് എണ്ണ ലഭിച്ചത്. ഇറാഖിൽ നിന്ന് 2, സൗദിയിൽ നിന്ന് 1 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് നയാരയ്ക്ക് ലഭിച്ചിരുന്നത്. 2 ഗൾഫ് കയറ്റുമതിക്കാരിൽ നിന്നുള്ള വിതരണം നിർത്തിവെച്ചതോടെ റോസ്നെഫ്റ്റ് ഉൾപ്പെടെയുള്ള റഷ്യൻ സ്ഥാപനങ്ങളുടെ ഭൂരിഭാഗം ഉടമസ്ഥതയിലുള്ള നയാര ഓഗസ്റ്റിൽ അസംസ്കൃത എണ്ണ ഇറക്കുമതിക്കായി പൂർണ്ണമായും റഷ്യയെ ആശ്രയിച്ചിരുന്നുവെന്ന് LSEG ഷിപ്പിംഗ് ഡേറ്റയും മറ്റ് സ്രോതസ്സുകളും പറയുന്നു. നയാര എനർജിയിൽ റഷ്യൻ എണ്ണ കമ്പനിയായ റോസ്നെഫ്റ്റിന് 49.13% ഓഹരിയുണ്ട്. ഈ വരുമാനം റഷ്യൻ ഭരണകൂടത്തിന് ലഭിക്കുന്നത് ചൂണ്ടിക്കാട്ടിയായിരുന്നു യൂറോപ്യൻ യൂണിയൻ ഉപരോധം. ഇതോടെ ഓഗസ്റ്റിൽ നയാര റഷ്യയിൽ നിന്ന് മാത്രമാണ് എണ്ണ ഇറക്കുമതി ചെയ്തത്. ഗുജറാത്തിലെ നയാര റിഫൈനറിയിൽ പ്രതിദിനം 4 ലക്ഷം ബാരലാണ് ക്രൂഡ് ഓയിൽ ശുദ്ധീകരണം. 6600 ഇന്ധന പമ്പുകളിലൂടെ ഇന്ത്യയിലെ 7% ഊർജ്ജ ആവശ്യമാണ് നയാര നികത്തുന്നത്. സൗദി അരാംകോ ഉൾപ്പെടെ വിതരണം നിർത്തിയതോടെ നിലവിൽ ആകെ ശേഷിയുടെ 60 അല്ലെങ്കിൽ 70% വരെ ശേഷിയിൽ മാത്രമാണ് നയാരയുടെ ഇന്ധന വിതരണം. ഉപരോധം കാരണം വൻകിട ഷിപ്പിംഗ് ലൈനുകൾ ചരക്കുകപ്പലുകൾ നൽകുന്നില്ല. അതിനാൽ അംഗീകാരമില്ലാത്ത ഷിപ്പിംഗ് ലൈനുകൾ വഴിയാണ് സാധാരണ ഇത്തരം ഘട്ടങ്ങളിൽ എണ്ണ കമ്പനികൾ ആവശ്യം നികത്തുക. എന്നാൽ ഇത് ചിലവേറിയതാണ്. ഇത് ഇന്ത്യൻ വിപണിയിൽ പ്രതിഫലിക്കുമെന്നാണ് സൂചനകൾ നൽകുന്നത്. സാധാരണയായി എല്ലാ മാസവും ഏകദേശം 2 ദശലക്ഷം ബാരൽ ഇറാഖി ക്രൂഡ് ഓയിലും 1 ദശലക്ഷം ബാരൽ സൗദി ക്രൂഡ് ഓയിലും നയാരയ്ക്ക് ലഭിക്കാറുണ്ടെങ്കിലും ഓഗസ്റ്റിൽ 2 വിതരണക്കാരിൽ നിന്നും കയറ്റുമതി ലഭിച്ചില്ല എന്ന് ക്ലെപ്ചറിൽ നിന്നും LSEGയിൽ നിന്നുമുള്ള ഡേറ്റ വ്യക്തമാക്കുന്നു. എന്നാൽ സോമോയും നയാരയും സൗദി അരാംകോയും ഇതുവരെ ഇതുമായി സംബന്ധിച്ച് ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല.